ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച് തൃശൂർ എം.എൽ.എ. പി. ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ചാണ് എം.എൽ.എ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ജനങ്ങൾ പ്രതികരിച്ചതോടെ പോസ്റ്റ് പിൻവലിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആ പോസ്റ്റ് എങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് ഇത്തരത്തിൽ തരം താഴാൻ സാധിക്കും എന്നുള്ളത് ആ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. പോസ്റ്റ് പിൻവലിച്ചു എങ്കിൽ പോലും അതെല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് അതിനെ നോക്കിക്കാണേണ്ടത്? ഒരു മാനസികാവസ്ഥ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതാണ്. ലക്ഷ്മി, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് തൃശൂർ എം.എൽ.എ. പി. ബാലചന്ദ്രൻ ഇടുന്നത്, ഫേസ്ബുക്കിൽ ഇടുന്നത്. എന്തായാലും ഹൈന്ദവ വിശ്വാസത്തെ തീർത്തും അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പോസ്റ്റ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും ഒക്കെ ഒരുപോലെ അപമാനിച്ചുകൊണ്ട് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നിരവധി ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് ഈ എം.എൽ.എക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും പി. ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കരുത് എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ്. കാരണം ഒരു വിശ്വാസത്തെ ഇത്രയധികം തരംതാണ രീതിയിൽ അവഹേളിച്ചുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇതിനെതിരെ തന്നെ ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ വ്യക്തമാണ്, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്നതിനു പിന്നാലെ ജനപ്രതിനിധികളടക്കം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ അവഹേളിക്കുന്ന തരത്തിൽ പലരും പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പി. ബാലചന്ദ്രനും വലിയ തരത്തിൽ രൂക്ഷമായി തന്നെ അപമാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ തന്നെ പറയുന്നത്, രാമൻ ഒരു സാധുവായിരുന്നു, കാലിൽ ആണിയുണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിട്ടില്ല. പിന്നീട് ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻ അത് വഴി വന്നു. പിന്നീട് സീത പറഞ്ഞു, രാമേട്ട അതിനെ കറി വെച്ച് തരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെയാണ് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ചവിട്ടി മതിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തക കസ്റ്റഡിയിലായ സാഹചര്യം, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പോസ്റ്റർ വലിച്ചു കീറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അണികളെക്കാൾ തരം താഴുന്ന ഒരവസ്ഥയിലേക്ക് ഈ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ പോകുന്നൊരു സാഹചര്യം. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ തൃശ്ശൂർ ജില്ലയിലടക്കം ഈ ഒരു ശ്രീരാമന്റെ ചിത്രം കത്തിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതും ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നെയായിരുന്നു. അതിന് പിന്നാലെ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ പോസ്റ്റിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമനെയും ലക്ഷ്മണനെയും സീതയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ നമുക്കറിയാം, ദേവന്മാരും എല്ലാം തന്നെ സത്യഭുക്കുകളാണ്. എന്നാൽ അവർ തന്നെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. സുധാകരൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ശ്രീ പി. സുധാകരൻ, ഹൈന്ദവ വിശ്വാസത്തെ അത്യന്തം നികൃഷ്ടവും നീചവുമായി അവഹേളിച്ചുകൊണ്ട് തൃശൂർ എം.എൽ.എ. പി. ബാലചന്ദ്രൻ ഇട്ട പോസ്റ്റ് എങ്ങനെ നോക്കിക്കാണണം എം.എൽ.എയുടെ മാനസികാവസ്ഥയെ? മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും പേരളി പൂണ്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പൊ പി. ബാലേന്ദ്രന്റെ ആ മതവെറി, ഹിന്ദു വിരുദ്ധതയാണ് ഈ പോസ്റ്റിലൂടെ കാണിക്കുന്നത്. ഒരു ജനപ്രതിനിധി എല്ലാ മതങ്ങളോടും തുല്യ നീതി പുലർത്തേണ്ട വ്യക്തിയാണ് ഒരു എം.എൽ.എ, ജനപ്രതിനിധിയാണ് അദ്ദേഹം. അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ കൂടി വോട്ട് വാങ്ങി ജയിച്ച ഒരു എം.എൽ.എ ഇത്രയും നികൃഷ്ടമായി ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം ഹിന്ദു വിരുദ്ധനാണ്, ഈശ്വര നിഷേധിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയും ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരൊരു സ്ഥിരമായ നിലപാടാണ്. കാരണം അവരെല്ലാ കാലഘട്ടങ്ങളിലും അവസരവാദ നിലപാടെടുക്കുന്ന ആളുകളാണ്. ഇതിനെതിരെ ശക്തമായിട്ട് തൃശ്ശൂരിലെ ഹിന്ദു സമൂഹം പ്രതിഷേധിക്കും. ആ പ്രതിഷേധം നമ്മൾ എം.എൽ.എ മാത്രമല്ല മുഖ്യമന്ത്രിയെയും നമ്മൾ അറിയിക്കാനും പ്രതികരിക്കാനും. അതുകൊണ്ടൊക്കെ എന്ത് കാര്യം എന്നുള്ളതാണ്. കാരണം ഈ പി. ബാലചന്ദ്രൻ നാമധാരി ഹിന്ദുവാണ്, പ്രാക്ടീസിങ് ഹിന്ദു ആണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, മറ്റാർക്കും കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ അത് വളരെ കൃത്യമാണ്. ഇതില് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഒരു വിശ്വാസിയാകാൻ സാധിക്കില്ല, ഒരു വിശ്വാസിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ സാധിക്കില്ല എന്നുള്ളൊരു അടിസ്ഥാനപരമായ സിദ്ധാന്തമുണ്ട്. ഇവിടുത്തെ ഹിന്ദുക്കൾ, കേരളത്തിലെ ഹിന്ദുക്കൾ അത് തിരിച്ചറിയണം.
ഈ കപട മതേതരവാദികള്, ഹിന്ദു വിരുദ്ധരായ ആളുകള് ഹിന്ദു ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും എല്ലാ കാലത്തും തകർക്കാൻ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് CPM ആണെങ്കിലും CPM ആണെങ്കിലും. അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. അത് അവര് അവസരം കിട്ടുന്ന സമയത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം ബാലചന്ദ്രന്റെ ഈ പ്രസ്താവനയോടെ നമ്മൾ മനസ്സിലാക്കാൻ. ഇടപെട്ട് ചോദിച്ചത് കാരണം മുഖ്യമന്ത്രിയോട് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് പറയുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ടോ? പി സുധാകരൻ, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. അത് ജനകീയ പ്രതിഷേധങ്ങൾ മാത്രമല്ല, നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോകും. വ്യക്തമാണ്. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. മനോജ്, എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കും, മാത്രമല്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി സുധാകരൻ പറഞ്ഞു. അത്തരത്തിൽ വലിയ പ്രതിഷേധം സമൂഹത്തിൽ നിന്ന് ഉയരുന്ന സാഹചര്യം കൂടി. തീർച്ചയായും വലിയൊരു പ്രതിഷേധം തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും അതുപോലെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു പ്രചരണം, അതായത് വളരെ അവഹേളിക്കുന്ന ഇങ്ങനെ ഒരു പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ ജനങ്ങളുടെ ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച് തൃശൂർ MLA പി ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ചാണ് MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. വലിയ രീതിയിൽ ജനരോഷം ഉയർന്നതോടെ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ കൃത്യമായി നിയമ നടപടികളുമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.